അമേരിക്ക എന്ന ഭീകര രാജ്യം, അത് അങ്ങനെ തന്നെ പറയണം, ഭീകര രാജ്യം ലോകത്തിന്റെ മുന്നേ നാണം കെട്ടിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പില് അതിന്റെ ഫസ്റ്റ് മാച്ച് മെക്സിക്കോ സിറ്റിയിൽ നടക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ വരുന്ന സമയത്ത് അമേരിക്കയുടെ ഫ്ലാഗ് വരുന്ന സമയത്ത് ആൾക്കാര് അതിനെ എന്താ പറയാ കൂവി വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനെ ഇംഗ്ലീഷിൽ വേറൊരു വേർഡാണ് പറയുന്നത്, ഊ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് സാധനം. മെക്സിക്കോയുടെ ഫ്ലാഗ് വരുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. ആണോ? അതായത് മെക്സിക്കോയുടെ ഫ്ലാഗ് വരുന്ന സമയത്ത് ആൾക്കാർ ആർപ്പ് വിളിക്കുകയാണ്. യു എസിന്റെ ഫ്ലാഗ് വരുന്ന സമയത്ത് ആൾക്കാർ എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതായത് ഒരു വലിയ ഒരു സ്പോർട്സ് മാമാങ്കം നടക്കുന്ന സമയത്ത് ആ വേദിയിൽ എന്താ പറയാ സകല കോൺഫിഡൻസും പോകുന്ന രീതിയിൽ അമേരിക്ക നാണം കെടുകയാണ്. അത് മാത്രമല്ല, ഒരു സ്പോർട്സ് ഐറ്റത്തിനെ ലോകങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന, ലോകരാജ്യങ്ങളെ ഈ ഭൂഗോളം തന്നെ ഒന്നാണെന്നുള്ള കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്പോർട്സ് ഐറ്റത്തിനെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൃത്തികെട്ട കളിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കളിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ പരിണിത ഫലം കൂടിയാണ് അമേരിക്കക്ക് മെക്സിക്കോ സിറ്റിയിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു റിസപ്ഷൻ. കുറെ കാരണങ്ങളുണ്ട്. സൊമാലി എന്നുള്ള റെഫറീനെ അവിടെ കേറ്റാണ്ട് തിരിച്ചയച്ചത്, ഉസ്ബെക്കിസ്ഥാൻ ടീം അംഗങ്ങളെ പല ക്രിമിനൽ സംഘങ്ങളെ പരിശോധിക്കുന്ന രീതിയിൽ സ്നിഫർ ഡോഗ്സിനടക്കം ഉപയോഗിച്ചിട്ട് പരിശോധിക്കുന്ന കാര്യത്തില്, അതായത് അതിഥികളായിട്ട് ആ രാജ്യത്തേക്ക് എത്തുന്ന ആൾക്കാരാണെന്ന് ആലോചിക്കണം. ആ വേൾഡ് കപ്പ് കളിച്ച് തിരിച്ചു പോകാൻ വരുന്ന ആൾക്കാരാ. സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിച്ചിട്ട് എന്താ പറയാ മണപ്പിച്ച് എന്താ പറയാ പോലെ കുറ്റവാളികളെയും ഡീൽ ചെയ്യുന്ന രീതിയിലാണ് അമേരിക്ക ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാര്, അതേപോലെ തന്നെ ഈ പറയുന്ന വേൾഡിലെ സൗത്ത് എന്താ പറയാ തേർഡ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഈ വിധത്തില് അമേരിക്ക ഡീൽ ചെയ്യുന്നത്. ഇറാന്റെ ടിക്കറ്റുകൾ നിഷേധിച്ചു, ഇറാന്റെ ഫാൻസിന് വേണ്ടി ടിക്കറ്റുകൾ നിഷേധിച്ചു. അതേപോലെ തന്നെ മൊറോക്കൻ ഫാൻസിന്റെ ടിക്കറ്റുകൾ നിഷേധിച്ചു. മൊറോക്കോ എന്നുള്ള ആൾക്കാർക്കുള്ള വിസ നിഷേധം തുടരുന്നു. അതേപോലെ തന്നെ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റിനുള്ള വിസ അമേരിക്ക നിഷേധിച്ചു. ഇങ്ങനെയുള്ള രീതിയിൽ വൃത്തികെട്ട കളി ലോകത്തിന്റെ മുന്നിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു സ്പോർട്സിനെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വേറൊരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനത്തെ കളിയാണ് അമേരിക്ക കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതില് കുറെ വീഡിയോസ്, അതിന്റെ പ്രതികരണമായിട്ടുള്ള കുറെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ ഇത് ഉസ്ബെക്കിസ്ഥാന്റെ ടീം അംഗങ്ങള് അമേരിക്കയിൽ വന്നിറങ്ങുന്ന സമയത്ത് അവരെ എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ളത് കാണാം. പ്രൊട്ടക്ഷന്, അമേരിക്കയുടെ സേഫ്റ്റി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിനൊരു രീതിയുണ്ട് മാന്യമായിട്ട്. അല്ലാതെ ഒരുമാതിരി അടിമകളെ പോലെ ഡീൽ ചെയ്യല്ല ചെയ്യണ്ടേ. അപ്പൊ ഇതിന്റെ വീഡിയോസ് നമുക്കൊന്ന് കാണാം. ഈ ഒരു വീഡിയോക്കകത്ത് AJ+ എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലെ വീഡിയോക്കകത്ത് എന്തൊക്കെ വൃത്തികേടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത് എന്നുള്ളതിന്റെ ഒരു 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 കൺസോളിഡേഷൻ ആണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ആദ്യം നമ്മൾ കണ്ടത് ഇതിനകത്ത് എന്താണ് ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ ടീം അംഗങ്ങളോട് ചെയ്തതെന്നുള്ളതാണ്. അടുത്തത് പറയുന്നത് US ഹാസ് റിപ്പീറ്റഡ്ലി ടാർഗറ്റഡ് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ടീംസ് ആൻഡ് ദെയർ ഫാൻ ലീഡിംഗ് അപ്പ് ടു ദ വേൾഡ് കപ്പ്. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമുകളെ ഈ രീതിയിൽ സെർച്ച് ചെയ്യുന്നില്ല, പകരം ഏഷ്യൻ കൺട്രീസ് നിന്ന് ആഫ്രിക്കൻ കൺട്രീസ് നിന്ന് വരുന്ന ടീമുകളെയാണ് ഈ രീതിയിൽ ഇവർ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ഇറാഖി നാഷണൽ ടീമിന്റെയും സ്റ്റാഫുകൾക്കുള്ള വിസ നിഷേധിച്ചു. ഇപ്പൊ ഇറാൻ അറിയാലോ മെക്സിക്കോയിലാണ് അവരുടെ പരിശീലനം എല്ലാം ഇവര് നടത്തുന്നത്. അതേപോലെ തന്നെ വേൾഡ് കപ്പിലെ ആദ്യത്തെ സൊമാലി റഫറി അയാളെ തഴഞ്ഞു.
കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല റഫറി എന്നുള്ള ഒരു പേര് കിട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ തഴഞ്ഞു. അതേപോലെ തന്നെ ഇറാനിയൻ ടീംസിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടിക്കറ്റുകൾ അവർ റിവോക്ക് ചെയ്തു. അപ്പോ ഈ രീതിയിലുള്ള വൃത്തികെട്ട കളിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കളിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ നാണം കെടുകയാണ് ഇവര് ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുമാതിരി നാർസിസ്റ്റ് പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായി, അമേരിക്കക്കാർക്ക് പോലും മനസ്സിലായി. പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ അറിയോ? ഖത്തറിൽ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അന്ന് അവിടെ ഈ സ്റ്റേഡിയം ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന വെസ്റ്റേൺ മീഡിയയും അതേപോലെ തന്നെ യൂറോപ്യൻ മീഡിയ ഒക്കെ കൊട്ടിഘോഷിച്ച് നടന്നു. അതിന് ഇല്ലാത്ത കവറേജ് കൊടുത്തു. എല്ലാ ദിവസവും അത്തരത്തിലുള്ള ന്യൂസ് വന്നു, ഖത്തറിന് ഇകഴ്ത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. പക്ഷെ ഈ വാർത്തകളൊന്നും ഇവരുടെ കണ്ണി പോലും പെടുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ മൂക്കിന്റെ തുഞ്ചത്തൂടെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലും ഇതൊന്നും ഒരു വാർത്തയാക്കില്ല, റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. വായ സീലടച്ചു വെച്ചേക്കാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അപ്പോ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് എത്രത്തോളം ഉണ്ട്. മനുഷ്യരെ പല രാജ്യങ്ങളിൽ നിന്നും പല കോണ്ടിനെന്റിൽ നിന്നും വരുന്ന മനുഷ്യരെ ഇവരെങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ പറയുന്ന സൊമാലിയൻ റഫറിക്ക് അവരുടെ നാട്ടിൽ കിട്ടിയിട്ടുള്ള ഒരു സ്വീകരണമുണ്ട്. ആ സ്വീകരണത്തിന്റെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ആണെന്നുള്ളതാണ്. ഇവരുടെ ഉള്ളിൽ ആ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അതാണ് കാണിച്ചേ. അതായത് പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അമേരിക്ക കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അയാൾ ഇന്ന് അയാളുടെ നാട്ടിലെ ഹീറോ ആണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ലീഗില് ചാമ്പ്യൻസ് ലീഗിലേക്ക് റഫറി ആയിട്ട് പുള്ളിനെ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ കണ്ടു. അതിന് സ്ഥിരീകരണം ഇല്ലെങ്കിൽ കൂടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പുള്ളിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ കാണണ്ടേ. അപ്പൊ അതിലേക്ക് ഒരുപാട് വീഡിയോസ്, പുള്ളിക്ക് കിട്ടുന്ന റിസപ്ഷന്റെ ഒരുപാട് വീഡിയോസ് സൊമാലിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരും പല രീതിയിൽ റീലിടുന്നുണ്ട്. പുള്ളിയുടെ നാട്ടില് ഹീറോ ആയി. അമേരിക്ക മൂഞ്ചി തെറ്റി ഒരു മൂലക്കിരിക്കും ലോകത്തിൽ സപ്പോർട്ട് ഇല്ലാതെ. മണി പവർ, അരഗൻസ്, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, അതേപോലെ തന്നെ ഈ പറയുന്ന വർണ്ണവിവേചനം പോലെയുള്ള പരിപാടികളും കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൽ മനുഷ്യരുടെ മുന്നിൽ ഇവരെല്ലാരും ഹീറോകളാകുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ കൂട്ടത്തില് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടിയായിട്ട് ഒരു സ്പോർട്സ് ഇവന്റ് നടക്കുമ്പോ അമേരിക്ക മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രസീലിലും എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അവരുടെ വിസ നടപടികളും ഇമിഗ്രേഷൻ പ്രോസസ്സുകളൊക്കെ കുറച്ചും കൂടെ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് അവിടെ വരാനും ആ ഒരു സ്പോർട്സ് ഐറ്റംസിനെ ആസ്വദിച്ച് തിരിച്ചു പോവാനും. കാരണം അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവരുടെ പ്രൊമോഷനും കൂടിയാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും. അവിടെയാണ് അമേരിക്ക ഇല്ലാത്ത റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് അമേരിക്ക പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഹോർമൂസിൽ കുറച്ച് തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കരാറിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നോക്കിയിരിക്കാം, നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഈ കരാർ മുന്നോട്ട് പോകും. ജനീവയിൽ ഇവര് സൈൻ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഏകപക്ഷീയമായിട്ട് ആ കരാറിൽ നിന്നും പിന്മാറിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ യുദ്ധം തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയോ എന്നുള്ള കാര്യത്തിലൊന്നും തീർച്ചയില്ല എന്നുള്ളതാണ്. അപ്പോ ഫിഫ യഥാർത്ഥത്തില് ഒരു ഈ നോബൽ പ്രൈസ് പോലത്തെ ഒരു പ്രൈസ് ഈ ട്രംപിന് കൊടുത്തിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അയാൾ എടുക്കുന്നത് തിരിച്ചു വാങ്ങണം. അയാൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു തരത്തിലുള്ള തകുതിയില്ല അയാൾക്ക് ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഫിഫ എന്ത് കണ്ടിട്ടാണ് അയാൾക്ക് കൊടുത്തതൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അമേരിക്ക, എന്താണ് അവരുടെ ധാർഷ്ട്യം, എന്താണ് അവരുടെ വിവേചനം, എങ്ങനെയാണ് അവർ തേർഡ് വേൾഡ് കൺട്രീസിനെ കാണുന്നത് എന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമായി ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് എന്നുള്ളതാണ് പറയാനുള്ളത്.